സ്ക്വിഡ് ഗെയിം സീസൺ 3യുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. ഇനി പുതിയ ഗെയിമുകൾ വരാനുണ്ടോ? ആരൊക്കെ മരിക്കുമായിരിക്കും? മരിക്കുക എന്നൊക്കെ പറയുന്ന കാര്യം ഞാൻ എന്ത് കൂളായിട്ടല്ലേ പറയുന്നത്, സ്ക്വിഡ് ഗെയിം കണ്ടുകൊണ്ടാണ്. സോ എന്തായാലും എൻ്റെ പേര് അരുൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ ആ ഒരു 2 ബൊമ്മേനെ കാണിച്ചിട്ടുണ്ട്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ സീസൺ ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി പുതിയ ഗെയിം വരുമോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ സ്ക്വിഡ് ഗെയിം റിലേറ്റഡ് 2 വീഡിയോസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോയും കൂടി ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ സ്ക്വിഡ് ഗെയിം കാണുന്ന നമ്മളെപ്പോലുള്ള കുറച്ച് പേർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. സോ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ കമന്റ് രേഖപ്പെടുത്താൻ മറക്കുന്നുണ്ട്, കമോൺ, നല്ല അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ കിട്ടുള്ളൂ. സോ എന്തായാലും സ്ക്വിഡ് ഗെയിം സീസൺ 3യുടെ എൻഡിങ്ങിൽ 2 ബൊമ്മകളെ കാണിക്കുന്നുണ്ടായിരുന്നു. അല്ലേ തന്നെ ഒരു ബൊമ്മ ഉണ്ടാക്കി വെച്ച പ്രശ്നം, അതായത് നമ്മുടെ റെഡ് ലൈറ്റ്, ബ്ലൂ ലൈറ്റ്, റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, ആ ഒരു ബൊമ്മ ഉണ്ടാക്കിയ പ്രശ്നം ഇതുവരെ തീർന്നില്ല. അതിൻ്റെ ഇടയിലാണ് വേറൊരു ബൊമ്മേനെയും കൂടി കാണിച്ചിട്ട് സീസൺ എൻഡ് ചെയ്യുന്നത്. സോ എന്തായാലും സീസൺ 2ലേക്ക് നോക്കുകയാണെങ്കിൽ സീസൺ 2 നമ്മുടെ സീസൺ 1 വിന്നറായ വ്യക്തി വരുന്നു, റിബൽ ആവുന്നു, ഈ ഗെയിം എങ്ങനെയെങ്കിലും നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി വരികയാണ്. അതായത് നമ്മുടെ പ്ലെയർ 456 വീണ്ടും കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. സോ ഈ ഗെയിം നിർത്താൻ വന്നു, അല്ലെങ്കിൽ ആരും ഇനി മരിക്കരുത് എന്ന് പറഞ്ഞു വന്ന ആ വ്യക്തിയെ കൊണ്ട് ആ വ്യക്തിയുടെ കൺമുന്നിൽ വെച്ച് ഒരുപാട് പേരെ കൊല്ലപ്പെടുത്തുന്നത് നമുക്ക് ഈ സീസണിൽ തന്നെ കാണാൻ സാധിക്കുന്നു. ഈ സീസണിൽ ആ ഫ്രണ്ട്മാൻ ആയിട്ടുള്ള ആ വ്യക്തി 001 വ്യക്തി കളത്തിലിറങ്ങുകയാണ്. ഇയാളുടെ കൂട്ടുകാരനായി ഇയാളുടെ കൂടെ നിന്ന് ഇയാളെ മെന്റലി തകർത്ത് മനുഷ്യന്മാർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, പൈസ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ഈ ഫ്രണ്ട് മാൻ നമ്മുടെ 456ലേക്ക് കുറേ കാര്യങ്ങൾ ഇഞ്ചെക്ട് ചെയ്യുന്നതൊക്കെയാണ് സീസൺ 2ൽ കാണുന്നത്. സീസൺ 2ൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് സീസൺ 2 എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു റിബലിസം, അതായത് ഈ ഗെയിം എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ ഇവർ ശ്രമിക്കുകയാണ്, അതിനുള്ള ആ ഒരു കറേജ് ഇവർ കാണിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് സീസൺ 2ൻ്റെ എൻഡിങ് കാണിച്ചിരിക്കുന്നത്. സോ അത് പലരുടെ ഒരു ചോദ്യം, സീസൺ 3ൽ ഈ ഒരു കംപ്ലീറ്റ്ലി എല്ലാം അടിച്ച് പിരിഞ്ഞ് എല്ലാവരെയും ഇവർ തകർത്ത് പോകുന്ന ആ ഒരു രീതിയിലായിരിക്കും പോകുന്നുള്ളതാണ്. പക്ഷേ സീസൺ 3ൽ എനിക്ക് തോന്നുന്നു ഈ മെയിൻ ക്യാരക്ടറായ 456 മരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മേ ബി അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ 3ൽ അങ്ങനെ ഒരു വലിയൊരു ട്വിസ്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് മാൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയൊക്കെ ജസ്റ്റ് ഈ സീസൺ 2ൽ പറഞ്ഞു പോകുന്നുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയെന്ന്. ഈ ഫ്രണ്ട് മാൻ ഓൾസോ ഒരു വിന്നറാണ്, ഈ നമ്മുടെ 456നെ പോലെ ഒരു വിന്നറാണ് നമ്മുടെ 001. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു ഗെയിമിലേക്ക് കടന്നു വരുന്നതും അങ്ങനെ ഈ ഗെയിം വിജയിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ അനിയനും അമ്മയും സംസാരിക്കുന്ന ആ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് കേട്ടിട്ടുള്ളതാണ്. സോ ഒബ്വിയസ്ലി അതായിരിക്കാം അദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു ഗെയിം കളിക്കാനുള്ള ഒരു പ്രേരണയിലേക്ക് കൊണ്ടെത്തിച്ച കാര്യങ്ങളെന്നൊക്കെയുള്ള. സോ അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിലിംഗ് കാര്യങ്ങൾ എന്തായാലും ഇനി വരുന്ന സീസണിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ക്യാപ്റ്റൻ, അദ്ദേഹത്തിൻ്റെ അനിയനെ രക്ഷിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഒരു ക്യാപ്റ്റൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അനിയനെ ആ ഒരു ദ്വീപിലേക്കുള്ള, ഏത് ദ്വീപാണെന്ന് കറക്റ്റ് പോലും എത്തിക്കാത്ത രീതിയിൽ കൊണ്ട് പോകുന്നതെന്ന് നമുക്ക് ഈ സീസണിൻ്റെ എൻഡിങ് ആകുമ്പോഴത്തേനും മനസ്സിലാവും. ആ ഒരു ക്യാപ്റ്റന് വലിയ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. അയാൾ ആ ഒരു ഡ്രോണൊക്കെ നന്നാക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരാൾ കാണുമ്പം ആ ചെങ്ങായനെ കടലിലേക്ക് തള്ളിയിടുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ഒബ്വിയസ്ലി ആ ഒരു ക്യാപ്റ്റനും മെയിൻ റോൾ ഇതിനകത്ത് ഉണ്ടാവും. അതായത് ഈ ഒരു അവയവങ്ങൾ കടത്തുന്നതും ആ ഒരു മാഫിയയും കാര്യങ്ങളൊക്കെ എന്തായാലും അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് സീസൺ 3ലായിരിക്കും കൂടുതലും ഉണ്ടാവാൻ പോകുന്നത്. നമ്മളിനി പറഞ്ഞു വരുന്ന ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ 2 ബൊമ്മേനെ കാണിച്ചെന്താണ്. സോ ഒബ്വിയസ്ലി പുതിയൊരു ഗെയിം തന്നെയായിരിക്കും. 2 ബൊമ്മ എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് ഈ വട്ടം നാരങ്ങ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു വീട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പെട്ടെന്ന് ഇന്ന് ആ കള്ളനെ പിടിച്ചേ എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ, അതേപോലെ ഒരു ഗെയിം ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 2 ബൊമ്മയും ഫ്രണ്ട്സ് ആണ്, അതായത് കൊറിയൻ കാർട്ടൂൺ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഇവിടെ രാജു രാധയും എന്നൊക്കെ പറയുന്ന പോലെ അവിടെയുള്ള 2 ക്യാരക്ടേഴ്സാണ് ഈ 2 ക്യാരക്ടേഴ്സ്. അതിൻ്റെ പേര് എൻ്റെ വായിൽ കിട്ടാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ആ 2 ക്യാരക്ടേഴ്സാണ്. സോ ഒബ്വിയസ്ലി 2 മുഖാമുഖമാണ് നിർത്തിയിരിക്കുന്നത്. റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും ഉണ്ട്. സോ ഇവരിങ്ങനെ ആ ഒരു പാട്ടിനനുസരിച്ച് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണോ ആ ഒരു റെഡ് ലൈറ്റ് കത്തുന്നത് ആ സമയത്ത് ഈ ബൊമ്മ പിടിക്കുന്ന, അല്ലെങ്കിൽ അവരെ ക്യാച്ച് ചെയ്യുന്നു, അവർ മരിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കാം മേ ബി ആ ഒരു ഗെയിം ഇവരുദ്ദേശിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. നമുക്കിപ്പോൾ പറയാമല്ലോ, നമ്മൾ ആ ഒരു അസംഷനാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ സ്ക്വിഡ് ഗെയിം കാണുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ നമുക്ക് പല അസംഷൻസും വെക്കാമല്ലോ. സോ അതുപോലെ തന്നെ ഈ സീസൺ 3ൽ പുതിയ ഏതെങ്കിലും ഗെയിം വരുമോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി സീസൺ 1ൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സീസൺ 1ൽ അവർ താമസിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു ചുമരിൽ തന്നെ
ആ ഗെയിം ഏതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ഗെയിം എന്നുള്ളത് ഒരു ഇല്ലുസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ സീസൺ 2 നോക്കുകയാണെങ്കിൽ സീസൺ 2 ആ ഒരു ഇല്ലുസ്ട്രേഷൻസ് ഇന്ന ഗെയിം പോലുള്ള ഇല്ലുസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കമ്പിയിൽ പിടിച്ച് ഇങ്ങനെ തൂങ്ങി ആടുന്ന ഒരു ഗെയിമില്ലേ, ഇങ്ങനെ കമ്പി പിടിച്ച് അങ്ങോട്ട് പോകുന്നത് നമ്മൾ ജിമ്മിലൊക്കെ കണ്ടിട്ടുള്ളത് അതേപോലത്തെ ഒരു സാധനം. അതായത് മങ്കി വാൾസ് എന്നോ അങ്ങനെ എന്തോ പറയും. നമ്മൾ കുരങ്ങന്മാരൊക്കെ ചാടി പോകുന്ന പോലെ ചാടി അപ്പുറത്തെത്തുന്ന ആ ഒരു ഗെയിം ആയിരിക്കും. നമ്മൾ സീസൺ 1 കണ്ടിട്ടുണ്ടായിരുന്നു, ആ ചില്ലിലൂടെ ഇങ്ങനെ ചാടി പോകുന്ന പോലത്തെ അതേപോലെ ഒരു ഗെയിം ആയിരിക്കും. ഇതിലിങ്ങനെ പിടിച്ച് പോകുമ്പോൾ പലരും ഒരുപാട് മരണങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഗെയിമാണ് ആ ഒരു ഗെയിം എന്ന് പറയുന്നത്. ആ ഗെയിം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് അടുത്ത സീസൺ ഗെയിം ഉണ്ടാവും. ഈ റിബൽസിനെ ഈ സീസൺ എൻഡ് ചെയ്യുമ്പം എന്തായാലും ഈ റിബൽസിനെ പിടിക്കുന്നതായിട്ട് കാണിച്ചതിൻ്റെ മെയിൻ റീസൺ അതാണ്. ഒബ്വിയസ്ലി അടുത്ത സീസണിൽ ആ ഒരു ഗെയിം ഉണ്ടാവും. പിന്നെ വേറെ കാണിച്ചിട്ടുള്ള ഒരു ഗെയിം എന്ന് പറയുന്നത് ഹ്യൂമൻ ചെസ്സിൻ്റെ ആ ഒരു ഇല്ലുസ്ട്രേഷനാണ്. ഹ്യൂമൻ ചെസ്സിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ കാണിക്കുമ്പോഴാണ് ഈ സീസൺ എൻഡ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് മാൻ ചിലപ്പം ഈ ഒരു 456 ഒരു അവസരം കൊടുത്തേക്കാം, എന്നെ ചെസ്സ് കളിച്ച് തോപ്പിക്കാൻ പറയായിരിക്കും. ചെസ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ചെസ്സായിരിക്കും അവർ കളിക്കാൻ പോകുന്നത്. ബിക്കോസ് ഈ രണ്ടുപേരും അതായത് എന്നെ നീ ചെസ്സ് കളിച്ച് തോപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ബാക്കിയുള്ളവരെല്ലാം വെറുതെ വിടാമെന്ന് പറയുന്നു. ഈ ഹ്യൂമൻ അതായത് ഇവർ രണ്ടുപേരും നേർക്ക് നേരെ വരുന്നു, ഈ മനുഷ്യന്മാർ ചെസ് കളങ്ങളായി മാറുന്നു. ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു, വെട്ടുന്നവരിൽ ഓരോരുത്തർ മരിക്കുന്നു. സോ അങ്ങനെ ഒരു ഗെയിം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബിക്കോസ് ആ ഇല്ലുസ്ട്രേഷനും അവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവരാനുള്ള സാധ്യത നമുക്ക് ഊഹിക്കാമല്ലോ, നമുക്ക് ഊഹിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നിങ്ങളും ഇതേപോലെയൊക്കെ ഊഹിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്തായാലും ഈ ഒരു ഹിഡൻ അതായത് ഈ സംഭവം ഈ ചെസ്സിൻ്റെ സംഭവം നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ ചെസ്സ് എന്തായാലും ഹ്യൂമൻ ചെസ്സ് ഉണ്ടാകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 3 ഗെയിംസ് ഇനിയും വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. മൊത്തം 6 ഗെയിംസ് അല്ലേ ഉള്ളത്. സോ നമുക്ക് നോക്കാം 456 എല്ലാവരും രക്ഷിക്കാൻ പറ്റുമെന്ന്. സോ അടുത്ത ഇതിൽ 456 ഡൈ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിക്ക് അങ്ങനൊരു സാധ്യതകൾ അവിടെ നിലനിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. പറയാൻ പറ്റില്ല ഇവർ ഈ സീസൺ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഇതിൽ കുറച്ച് VIPs ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഈ VIPs ആയിട്ടുള്ള ആൾക്കാർ നമ്മളിപ്പം സീസൺ 1 എടുക്കുകയാണെങ്കിൽ ഈ ഗെയിമിൻ്റെ സൃഷ്ടാവ് എന്ന് പറയുന്ന 001 ഫാദർ ആയിട്ടുള്ള ആ ഒരു വ്യക്തിനെ പോലെ ഈ സീസണിൽ അതായത് ഈ ഗെയിം കളിക്കുന്നവരിൽ പലരും VIPs ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ആക്ച്വലി അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ടും ഇവർ ഈ ബാക്കിയുള്ള ആൾക്കാരെ ഇങ്ങനെ ഈ VIPസിൻ്റെ മെയിൻ സംഭവം അതാണല്ലോ. പലരും ഗെയിം കളിക്കുന്നത് കാണുക, ഇവരുടെ ആസ്വാദനം, ഇവരുടെ ആ ഒരു ബാക്കിയുള്ളവർ മരിക്കുന്ന കാണുമ്പോൾ ഇവർ ആ ഒരു കോൾമയിർ കൊള്ളുക എന്ന് പറയുന്നില്ലേ, ആ ഒരു സംഭവമൊക്കെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി അത് തന്നെയായിരിക്കും ഇവരുടെ ആ ഒരു ഉദ്ദേശം. ഈ ഗെയിമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഗെയിം ഇങ്ങനെ ഓരോരുത്തർ മരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുക എന്നുള്ളൊരു സംഭവം തന്നെയായിരിക്കും അവരിൽ ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ സീസൺ 2 എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, സീസൺ 2 നമ്മൾ ആ ഒരു പിങ്ക് ഡ്രസ്സ് ഇട്ട ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു വൈഡ് റേഞ്ച് ഓഫ് എലാബറേഷൻ കൊടുത്തിട്ടുണ്ട്. സോ അവർക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, അവരെ മുഖവും കാണിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ സീസൺ 3 അവർക്കും വലിയൊരു ഇമ്പോർട്ടൻറ്റ് റോൾസ് ഉണ്ടാവും. അതായത് ഈ മുഖം മൂടി ധരിച്ച ആ ഒരു പിങ്ക് ഡ്രസ്സ് ഇട്ട പല ആൾക്കാർക്കും അവരുടെ കഥകളും അവരെന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്നുള്ള രീതിയിലും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉറപ്പായിട്ടും സീസൺ 3 ഉണ്ടാവും തന്നെയാണ്. സീസൺ 2 ആ ഒരു അവരുടെ ഡീറ്റെയിലിംഗ് അവർക്ക് കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുത്തുകൊണ്ട് തോന്നുന്നത്. സോ എന്തായാലും ഫ്രണ്ട് മാൻ തിയറി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. എന്തായാലും സീസൺ 2 പലർക്കും ആ ഒരു സീസൺ 1 അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോഴും സീസൺ 2 സീസൺ 3 അതായത് ജൂണിൽ സീസൺ 3 വരും എന്നുള്ള രീതിയിലാണ് അറിയിപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ സീസൺ 2 ഒരു ബെസ്റ്റ് തന്നെ ഞാൻ പറയും. ബിക്കോസ് ജൂണിൽ വരുന്ന ആ ഒരു സീസണ് മുന്നോടിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ സീസൺ 2 ഇട്ട് തന്നിട്ടുണ്ട്. അവർ ഈ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതിനെക്കാളും കൂടുതൽ ഈ ആ ഒരു നമ്മൾ ആ സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള ഇൻട്രസ്റ്റിങ്ങിനെക്കാളും കൂടുതൽ ഇതിൻ്റെ ആ ഒരു തിയറീസ് ഇതെന്താവും എന്നുള്ള സംഭവങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് ആ ഒരു ക്യൂരിയോസിറ്റി മേക്ക് ചെയ്യാൻ അത് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സീസൺ 1 അപേക്ഷിച്ച് സീസൺ 2 ഒരു ഗെയിമും കാര്യങ്ങളൊന്നും എല്ലാവർക്കും പൊതുവെ അങ്ങനെ വലിയൊരു ഇഷ്ടപ്പെടും അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും സീസൺ 3 ഒരുപാട് ഹിൻറ്റുകൾ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ തുറന്നിട്ടിട്ട് തന്നെയാണ് സീസൺ 2 എൻഡ് ചെയ്തിരിക്കുന്നത്. സോ എന്നാലും നിങ്ങൾ സ്ക്വിഡ് ഗെയിം കണ്ടു കഴിഞ്ഞോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സ്ക്വിഡ് ഗെയിം എപ്പിസോഡ്സിൻ്റെ എക്സ്പ്ലനേഷൻസ്, ഓരോ എപ്പിസോഡ് ബൈ എപ്പിസോഡ് എക്സ്പ്ലനേഷൻസ് വേണ്ടയോ എന്നുള്ള കാര്യവും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഞാൻ അരുൺ ബാബു.